ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, നെടുങ്കണ്ടം തൂക്കുപാലത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ PN മോഹനൻ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്തിലെ തൂക്കുപാലത്ത് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, പ്രത്യേകിച്ച് തെങ്ങ്, കമുക്, കാപ്പി, കുരുമുളക്, ഏലം, കപ്പ, വാഴ എന്നിവ കൃഷി ചെയ്യുന്ന ഒരു കർഷകനായ മോഹനൻ PN ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം മോഹൻ ചേട്ടാ. നമസ്കാരം. മോഹൻ ചേട്ടൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാർഷിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൃഷികൾ എന്തൊക്കെയാണ്? ഏലം, കാപ്പി, വാഴ, കുരുമുളക്, കമുക്, തെങ്ങ്, ചേമ്പ്, കാച്ചിൽ എല്ലാം ഉണ്ട്. എല്ലാ ഇനം വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ഈ ചെറുപ്പകാലം മുതൽ ഈ കാർഷിക പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു? തീർച്ചയായിട്ടും. എനിക്ക് ഏതാണ്ട് +2 ആയപ്പോൾ നടന്നു നിർത്തിയായിരുന്നു. ഏതാണ്ട് 17 വയസ്സ് തൊട്ട് കൃഷിയിലായിരുന്നു. പഠനമൊക്കെ എവിടെയായിരുന്നു? ഇവിടെ മുൻറ്റിമ സ്കൂളായിരുന്നു. +2 വരെ പഠിച്ചു? +2 പാസ്സായില്ല. അതിനുശേഷം പിന്നീട് കൃഷി പ്രവർത്തനങ്ങളിലേക്ക് മാതാപിതാക്കളുടെ കൂടെ ഇറങ്ങുമായിരുന്നു. അന്നൊക്കെ എന്തെല്ലാം കൃഷികളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്? അന്നുണ്ടായിരുന്ന കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ, നെല്ല്, കുരുമുളക്, ഇതൊക്കെയാണ് കൃഷി. പിന്നീട് ഈ ഏലം കൃഷി വ്യാപകമായത് ഏത് വർഷം ഒക്കെ ആയപ്പോഴാണ്? എനിക്ക് ഏലം കൃഷി ആയത് ഇപ്പോൾ 3 വർഷമാകും. ഈ വിഷാംശം ഉള്ളതുകൊണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഈ വിഷം അടിക്കേണ്ടി വരുന്നത് കൊണ്ട് ഏലം കൃഷി ചെയ്യാതെ മറ്റു വിളകൾ തന്നെ കൃഷി ചെയ്ത് വരികയായിരുന്നു അല്ലേ? അതോടൊപ്പം തന്നെ നമ്മളെ ചുറ്റുപാടുള്ളവരെല്ലാം ഏലം കൃഷി ചെയ്യുന്നത്, നമ്മൾക്ക് ഏലം ഇല്ലെങ്കിലും നമ്മളത് ശ്വസിക്കുന്നുണ്ടായിരുന്നു വിഷം. അതുകൊണ്ടാണ് ഇപ്പോൾ 3 വർഷമായിട്ട് അങ്ങോട്ട് നീങ്ങാൻ കാരണം. എത്ര ഏക്കർ സ്ഥലമുണ്ട് കൃഷി ചെയ്യുന്നത്? മൊത്തം 2 ഏക്കർ 6 ഏക്കർ സ്ഥലമാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തെങ്ങ്, കമുക്, കാപ്പി എന്നിവ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കമുക് കൃഷി ചെയ്യാനുള്ള കാരണം എന്താണ്? കമുക് നേരത്തെ നമുക്ക് ഇടവിളമായിട്ട് നേരത്തുള്ളതാണ്. അത് കുറച്ചുകൂടി പുരോഗമിച്ച്, അതായത് വലിപ്പമുള്ള നല്ല സൈസ് തൈ നോക്കി ഇപ്പോഴും ചെയ്തു. എത്ര കമുക് മരങ്ങൾ കാണും ഇപ്പോൾ പറമ്പിൽ നോക്കുകയാണെങ്കിൽ? ഇപ്പോൾ ഒരു 260 എണ്ണം ഇന്നലെ നോക്കിയപ്പോൾ എനിക്കെനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവിടെ ചോദിക്കാൻ. അപ്പോൾ അത്രയും കമുകുകൾ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. അത് എത്ര വർഷം ഒക്കെ പ്രായമുള്ള കമുകുകളായിരിക്കും? ഒരു 14-15 വർഷമൊക്കെ. നല്ല രീതിയിൽ ഇപ്പോഴും വിളവ് ലഭിക്കുന്നുണ്ട്? നല്ല രീതിയിലില്ല. പണ്ടൊക്കെ നമുക്ക് കമുകിൽ നിന്ന് നല്ല രീതിയിൽ അടയ്ക്ക അല്ലെങ്കിൽ പാക്കൊക്കെ കിട്ടിയിരുന്നല്ലോ. അന്ന് നമ്മൾ ഇതിന് മുകളിൽ ബോഡമിസം തളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ആളുകളെ കയറ്റി. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ബോഡമിസം അടിക്കുന്നുണ്ട് ഇപ്പം. അന്നില്ലായിരുന്നു. ഇപ്പം ബോഡമിസം അടിക്കുന്നുണ്ട്. പക്ഷേ അന്ന് മണ്ണിന് വളമുണ്ടായിരുന്നു, വളക്കൂറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വളം ചെയ്യണ്ടായിരുന്നു. ഇന്ന് വളത്തിന് പുറത്താ കായ്ക്കുള്ളൂ. അപ്പോൾ ഈ ബോഡമിസം തളിക്കാനൊക്കെ കയറാൻ ആളുകളെയൊക്കെ ഇവിടെ ലഭ്യമാണോ? എപ്പോഴും തെങ്ങ് കയറുന്നവരും നമുക്ക് പറിക്കാൻ പറ്റുന്നവരെല്ലാം അടിച്ച് സഹായിക്കും. ഈ ബോഡമിസം തളിച്ച് അത് എത്ര തവണ തളിച്ചു കൊടുക്കും ഒരു വർഷത്തിൽ? ഒരു വർഷത്തിൽ 2 അല്ല 3. എന്നിട്ടും നല്ല രീതിയിൽ ഉൽപാദനം ഇല്ല? ഇല്ല. അതെന്തായിരിക്കും അതിന് കാരണം? ഷെയ്ഡ് കൂടുതലാണ്. അപ്പോൾ കമുകിന്റെ മുകളിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട് അല്ലേ? മരങ്ങൾ അടുത്താണ് നിൽക്കുന്നത്. ഒരു കമുക് എന്നൊരു കമുക് കയറാവുന്ന സിറ്റുവേഷനിലാണ് പറ്റുക. അതാ പറ്റി കമുകുകൾ നട്ടത് വളരെ അടുത്ത് പോയി. അപ്പോൾ എന്നാലും ഇത്രയും കമുകിൽ നിന്ന് എത്രമാത്രം ആദായം ലഭിക്കുന്നുണ്ടാവും ഒരു വർഷം ഏകദേശം? കഴിഞ്ഞ 10 വർഷം നല്ല കായായിരുന്നു. ഈ വർഷം വളരെ കുറവാണ്. ഇടമഴ കിട്ടാത്തതാണ്. ഏകദേശം അല്ല കണക്കുകൂടി നോക്കുകയാണെങ്കിൽ 10-800 കിലോയുള്ള പഴുക്ക കിട്ടുന്നുണ്ട്. അത് ഈ പഴുക്കയാക്കി കൊടുക്കുകയാണോ ചെയ്യുന്നത്, അതോ നമ്മൾ കൊട്ടപ്പാക്കാക്കിയാണോ വിൽക്കുന്നത്? അന്ന് വിലക്കുറവായിരുന്നു. പഴുക്കായ്ക്കൊന്ന് 40 രൂപയുണ്ട്. കൊട്ടപ്പാക്കിന് 120 രൂപയുണ്ടായിരുന്നു. 40 രൂപ കിലോയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ പഴുക്കയാക്കി തന്നെ കൊടുത്തു, വില കൂടുതലുള്ളതുകൊണ്ട് അല്ലേ? എന്നാൽ ഇപ്പോഴ് കൊട്ടപ്പാക്കിന് വില കൂടുതലുണ്ട്. ഇപ്പോൾ 500, 400, 300 അങ്ങനെ നിൽക്കുന്നു. ഇപ്പം കൊട്ടപ്പാക്ക കൊടുക്കാനാണ് നല്ലത്. ഏതിനം കമുകാണ് കൃഷി ചെയ്തിരിക്കുന്നത്? മംഗളയുണ്ട്, പിന്നെ ആര്യനാടെന്ന് പറഞ്ഞ ഉണ്ട്, പിന്നെ ഒത്തിരി ടൈപ്പുണ്ട്. ഉള്ള ഇനങ്ങളിൽ ഏറ്റവും അകത്ത് കാമ്പ് കൂടുതലുള്ള ഇനം ഏതായിട്ടാണ് ചേട്ടന് തോന്നുന്നത്? മംഗള. ഈ മംഗള അത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഞാൻ പഴുക്ക കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്ന് പാകി പിടിപ്പിക്കാം. കൃഷിഭവൻ്റെ കീഴിൽ കൊണ്ടുവന്നത്.
അപ്പം മംഗള ഇനമാണ് നല്ല അകക്കാമ്പുള്ള ഇനം അടയ്ക്ക എന്നാണ് മോഹൻചേട്ടൻ്റെ അഭിപ്രായം. കമുകിന് പ്രത്യേകിച്ച് നമ്മൾ വളപ്രയോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഇത് നമ്മൾ ഏലത്തിന് മരുന്നടിക്കും അല്ല വളം ചെയ്യുമ്പോൾ ആ വളമാണ് വലിക്കുന്നത്, അതിന് പ്രത്യേകം വളം ചെയ്യുന്നുണ്ട്. കമുക് കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തൈ നട്ടു കഴിഞ്ഞാൽ മഴക്കാലത്തെ നടന്നെങ്കിൽ തടം കുഴിയായിട്ടിട്ടേക്കരുത്, വെള്ളം ഇറങ്ങി തീറ്റു പോകും. അത് ലെവൽ ചെയ്യണം, വെള്ളം കെട്ടി നിൽക്കാൻ ഇടം കൊടുക്കരുത്. എന്നിട്ട് ആ മഴ അനുസരിച്ച് അതിൻ്റെ ചൂട് ഇളക്കി കൊടുക്കാമെങ്കിൽ എളുപ്പം വളർന്നു വരും. പിന്നീട് ഇത് വളർന്ന് എത്ര വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും കായ്ച്ചു കൊടുക്കും? അത് നമ്മൾ ആ ചെടിയെ എങ്ങനെ നോക്കുന്നു അതുപോലെ, അതായത് 4-ാം വർഷം കായാവും. തെങ്ങ് കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എത്രമാത്രം തെങ്ങ് ഉണ്ട്? 82 മൂട് തെങ്ങ്. ഒരു ഇടീലിന് 1600 തേങ്ങ കിട്ടും. അപ്പോൾ ഈ തേങ്ങ നമുക്ക് വിൽക്കാൻ ഉള്ളതുണ്ട്? വിൽക്കാനും ഉണ്ട്, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കൊപ്രായ എടുക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി. ഇത് വെളിച്ചെണ്ണയാക്കാറുണ്ടോ? വെളിച്ചെണ്ണയാക്കാറുണ്ട്. വെളിച്ചെണ്ണയാക്കി നമ്മൾ ഇത് എണ്ണ ആർക്കാണ് എവിടെയാണ് വിൽക്കുന്നത്? അപ്പുറം മില്ലിൽ തന്നെ കൊടുക്കാം. അപ്പോൾ എത്ര രൂപ വെച്ച് കിട്ടും 1 ലിറ്ററിന്? ഇപ്പം സാധാരണ നമുക്ക് ഇവിടെ 240 രൂപ ഉണ്ടെങ്കിൽ 240 വിൽക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് 210 രൂപ 30 രൂപ ആകും. അപ്പോൾ ഏകദേശം ഒരു ഈ 1600 തേങ്ങയിൽ അത് ഉണക്കി എണ്ണയാക്കി കഴിഞ്ഞാൽ എത്ര കിലോ എണ്ണ ലഭിക്കുന്നുണ്ട്? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1600 തേങ്ങ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ കൊപ്രയാക്കുന്നില്ല. നമുക്ക് ഒരു പ്രാവശ്യം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ 10-60 ദിവസം വേണം ഇടാൻ, രണ്ടാമത് ഇടാൻ. അതുവരെ നമുക്ക് അരയ്ക്കാൻ വെക്കണം, വീട്ടിലെ ആവശ്യത്തിന് വെക്കണം, സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കൊടുക്കണം. ബാക്കി എങ്ങനെ വന്നാലും ഒരു 10-700 തേങ്ങ കിട്ടുള്ളൂ. അത് നമ്മൾ അത് കഴിഞ്ഞാൽ നല്ല തേങ്ങയായതുകൊണ്ട് 10 കിലോയ്ക്ക് 6 കിലോ വരെ കിട്ടും കൊപ്ര. അപ്പോൾ എന്തായാലും അത് ഒരു നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇത്രയും തെങ്ങുള്ള ആളുകൾ വേറെ ഉണ്ടാവുകയില്ല എന്ന് തോന്നുന്നല്ലേ? ഉണ്ട്, എല്ലാം അവരുടെ തെങ്ങെല്ലാം കേടായിപ്പോയി. ഈശ്വരൻ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഒരു കേടും ഉണ്ടായിരുന്നു. ഈ തെങ്ങിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വളപ്രയോഗങ്ങളോ അല്ലെങ്കിൽ മരുന്ന് പ്രയോഗങ്ങളോ എന്തൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ? അതിന് പ്രത്യേകിച്ച് ഏലത്തിന് മരുന്നടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊട്ടാസും എല്ലാം കൂടി തെങ്ങിൻ്റെ ചൂട് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു വർഷത്തിൽ 3 വർഷം. വേറെ ഒരു പ്രത്യേകിച്ച് പരിപാലനം വേണ്ടി വരുന്നില്ല അല്ലേ? എലിശല്യം കൂടുതലുണ്ടെങ്കിൽ പച്ചക്കപ്പയ്ക്കകത്ത് വിഷം വയ്ക്കും, അരിയത്ത്. തെങ്ങിന്റെ ഈ കായ പിടിച്ചു കഴിയുമ്പോൾ അതിന്റെ കൊല കെട്ടി കൊടുക്കേണ്ടി വരാറുണ്ടോ? ഉണ്ട്. തേങ്ങ കൂടുതലുള്ളതുകൊണ്ട് വിളയിൽ നിന്ന് താഴ്ത്തും. ഒരു കൊലയിൽ ഏകദേശം എത്ര വരെയൊക്കെ തേങ്ങകൾ ഉണ്ടാവും സാധാരണ? നേരത്തെ 70-80 ഉണ്ടായിരുന്നു, ഇപ്പം ഒരു 35-40 താഴെ ഉള്ളൂ. എന്തായാലും തെങ്ങ് കൃഷി ഈ പറഞ്ഞ പോലെ ഒരുവിധം ആദായകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? സംശയങ്ങളൊന്നുമില്ല. മായില്ലാത്ത എണ്ണ ഉപയോഗിക്കാം, തേങ്ങ ഉപയോഗിക്കാം, കുറേ വിൽക്കുകയും ചെയ്യാം, നമുക്ക് സാധനം ചെലവ് നടക്കുകയും ചെയ്യും. വാഴ, കപ്പ ഒക്കെ കൃഷിയുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ്? അത് ഇതിനോട് ഇടയ്ക്കാണോ അതോ വേറെ സ്ഥലത്താണോ? ഇത് കൂട്ടി ഒരുമിച്ചുള്ള കൃഷിയല്ല, ആ ഒരു ഏരിയ മാറ്റിയിടും. വാഴയും കപ്പയും ചേനയും ചേമ്പുമല്ല ഒരു 1/2 ഏക്കർ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അവിടെ കൃഷി ചെയ്യുന്നത്. ആ മാറ്റി കുരുമുളകും ഒക്കെ. വാഴ ഏത്തവാഴയാണോ അതോ എല്ലാ ഇനം വാഴകളും? വാഴയുണ്ട്, പൂവനുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പാളയൻകോടനുണ്ട്, ചുണ്ടലക്കണ്ണുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പം ഇതെല്ലാം വിൽപ്പനയ്ക്ക് കിട്ടുമോ അതോ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ? വാഴയെല്ലാം വിൽപ്പനയ്ക്ക് കിട്ടും. ചിലവ് കൂടുതലല്ലേ, എന്നാ കിട്ടിയാലും നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വലിയ പാടാണ്. ഇപ്പം തന്നെ എൻ്റെ 2 കാലും വെരിക്കോസിൻ്റെ ഭയങ്കരമായിട്ട് പൈസ ചിലവാണ്. അപ്പം ഇതൊക്കെ വെച്ചോണ്ട് ഈ കൃഷി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? ഇതൊക്കെ വെച്ചോണ്ടാണ്. അല്ലാതെ നമ്മൾ പണിക്കാരെ കൊണ്ട് തന്നെ ചെയ്താൽ അവരെ പണിക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ എന്നും തൊഴിലാളികളുടെ കൂടെ. പക്ഷേ അവരോട് മരുന്നടിക്കാൻ പറഞ്ഞാൽ വളം കൂട്ടി നമ്മൾ മരുന്നടിക്കുന്നത്. അതായത് നേരെ അങ്ങോട്ടും ഇലയിലും അടിക്കണം, തിരിച്ചും അടിക്കണം. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം രോഗങ്ങൾ ശല്യപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും അതെല്ലാം വെച്ചുകൊണ്ട് കൃഷി പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയാണ് മോഹനൻ ചേട്ടൻ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കപ്പ കൃഷി ചെയ്യുന്നതും ഈ വാഴയുടെ ഒക്കെ ഇടയ്ക്കാണോ അതോ കപ്പയ്ക്ക് വേറെ സ്ഥലം മാറ്റിയിട്ടില്ല? വേറെയാണ്. പണയുണ്ട്, ഇടയ്ക്കുള്ള പണം കിട്ടുമല്ലോ ഈ വെള്ളം പോകാതിരിക്കാനുണ്ട്.
അതായത് 2 ഏക്കർ സ്ഥലമുള്ളതുകൊണ്ട് ഒരു 10-45 പണയെങ്കിലും കാണും. അവിടെ എങ്ങനെ കൃഷി ചെയ്താൽ ഒരു 10,300 കപ്പ ഷെയ്ഡില്ല, നല്ല രീതിയിൽ കപ്പ ഉണ്ടാകുന്നുണ്ട്. പന്നിശല്യമാണ് ഇപ്പോൾ ഉള്ളത്. പന്നിശല്യം ഉണ്ടായിരിക്കാൻ ഞങ്ങൾ നെറ്റ് വലിച്ചാണ്. നെറ്റ് വലിച്ച് കെട്ടിയിട്ടാണ് പന്നിശല്യം തടയുന്നതെന്നാണ് മോഹൻ ചേട്ടൻ പറയുന്നത്. അത് ഈ കപ്പ ഏത് ഇനം കപ്പയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്? ഇപ്പം കൂടുതലും കൃഷി ചെയ്യുന്ന ബ്ലോക്ക് കപ്പ എന്ന് പറഞ്ഞ കപ്പയുണ്ട്, തെമല തമ്പാണ്. അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞുണ്ട്, ഏത്തമുട്ടി എന്നാണ് പറയുന്നത്. അത് കാറ്റ് പിടിക്കില്ല, അതൊക്കെ നല്ല കിഴങ്ങ് കൊടുത്തത്. പല ദിവസമുണ്ട്. കരികാലം കപ്പ എന്ന് പറഞ്ഞ ഒത്തിരി കപ്പയുണ്ട്, 6 ദിവസമുണ്ട് എനിക്ക്. അപ്പോൾ ഇത്തരം കപ്പകളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ കുനയെടുത്ത് നട്ട് കഴിഞ്ഞാൽ എത്ര നാളാകുമ്പോഴത്തേക്കും വിളവെടുക്കാറാവും? ഈ പച്ചക്കറി കൃഷി അല്ലെങ്കിൽ കപ്പ കൃഷി എന്ന് പറഞ്ഞാൽ 8 മാസം കൂടുതൽ വേണ്ട. പണ്ടൊക്കെയാണ് ഒരു വർഷം 10-11 മാസമൊക്കെ, ഇപ്പോൾ 8 മാസം മതി. അതേപോലെ തേപ്പൊക്കെയാണെങ്കിൽ 6 മാസം പോലും വേണ്ട. തേങ്ങയാണെങ്കിൽ 5 മാസം 6 മാസം ആകുമ്പോൾ വാഴക്കുല മാത്രം 9 മാസം പിടിക്കും, 8 മാസം 9 മാസം. ഈ കപ്പ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇതിന് വളപ്രയോഗമൊക്കെ നടത്താറുണ്ടോ? വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളിടുന്ന ചാരവും ആട്ടുകാട്ടും ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റു രാസവളം ഒന്നും ഇടില്ല. അത് വളരെ നല്ല കാര്യമാണ്. രാസവളം ഉപയോഗിക്കാതെയാണ് മോഹൻ ചേട്ടൻ കപ്പ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പ നമ്മൾ പറിച്ച് കടയിൽ കൊണ്ടുപോയി വിൽക്കണോ, അതോ ആളുകൾ വന്ന് നമ്മുടെ കൃഷിസ്ഥലത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ? അങ്ങനെ നമ്മുടെ അയൽവക്കക്കാരും എല്ലാം വന്ന് നമ്മൾ അവർ ചോദിക്കുന്ന ഒരു കിലോ 5 കിലോ വേണം, അവർക്ക് 5 കിലോ കുറച്ച് നമുക്ക് തൂക്കി കൊടുക്കാൻ പാടാണ്. അങ്ങനെ കൊടുക്കും. അല്ലാതെ കടക്ക് ഓർഡർ വരുമ്പോൾ അവർ വണ്ടി കൊണ്ട് വന്നാൽ നമ്മൾ പത്തി തൂക്കി കൊടുക്കും. ഈ കപ്പ എല്ലാം ഈ 1200 മിച്ചം കപ്പ ഇടുമെന്ന് പറഞ്ഞാൽ അത് ഒറ്റ സീസൺ കൃഷിയാണോ അതോ പല സീസണായിട്ടാണോ കൃഷി ചെയ്യുന്നത്? 2 ടേം നടക്കും. 6-7 മാസം മതിയല്ലോ, 2 ടേം നടക്കും. ഈ കപ്പയുടെ കൃഷിയും ഇതിന്റെ കൂമ്പലെടുക്കുന്നതെല്ലാം ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നത്? അതെ, തന്നെ താൻ പറ്റിയെടുത്തോ. പണം വെട്ടുവാണല്ലോ. പണം വെട്ടി ആ പണം കിട്ടണമെങ്കിൽ പണിക്കാർ വേണം, നല്ല പണയായിരിക്കും, അല്ലെങ്കിൽ കിഴങ്ങുണ്ടാക്കി തരാം. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ തദ്ദേശീയരായ തൊഴിലാളികളെ ലഭ്യമാണോ അതോ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണോ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികളെ ഞാൻ കൂടി ഉൾപ്പെടുകയാണ്. കുരുമുളക് കൃഷിയുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കുരുമുളകും ഏലവും വേറെ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അല്ലേ? അതെ. കുരുമുളക് എന്ന് പറഞ്ഞാൽ നല്ല തൈ നട്ട 3-ാം വർഷം കായ. പിന്നെ തിരിയോട് കൂടി നടുവാണെങ്കിൽ എല്ലാം അങ്ങനെ ആരും ചെയ്യാറില്ല. പിറ്റേ ദിവസം ആ തിരിയെ ഞാൻ കൃഷിഭവന് എനിക്ക് ഇൻ്റർവ്യൂ നടത്തി ഞാൻ റെയിൽവേ സ്ഥലത്ത് കയറി. അവർ ചോദിച്ച ചോദ്യം ഇതാണ്: കുരുമുളക് എത്ര നാളുകൊണ്ട് കായ്ക്കും? എൻ്റെ ഞങ്ങൾ 90 പേര് പങ്കെടുത്തത് ഞാൻ അതിനകത്ത് ഫസ്റ്റ് റാങ്ക് വന്നു. എനിക്ക് കൃഷിയെപ്പറ്റി അറിയായിരുന്നു. അത് അന്നത്തെ കൃഷിക്കാരനായിട്ട് ഏറ്റവും നല്ല കൃഷിക്കാരനായിട്ടുള്ള അവാർഡ് കിട്ടിയായിരുന്നു. പ്രധാനമായിട്ട് ഏതെല്ലാം ഇനം കുരുമുളകാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്? നിൽക്കുന്ന കരിമുണ്ട, പന്നൂർ, തന്നെ ജീരകമുണ്ടയൊക്കെ മാറിപ്പോയത്. എന്നാൽ എൻ്റെ പറമ്പിലുണ്ട് ജീരകമുണ്ടയുണ്ട്, വട്ടമുണ്ടയുണ്ട്, നാടൻ എല്ലാ വെറൈറ്റിയും ഉണ്ട് നമുക്ക്. അതിൽ ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന ഏതിനം കുരുമുളകാണ്? കരിമുണ്ടയ്ക്കാണ് നല്ല തൂക്കം. 1 കിലോ മുളകിന് നമ്മൾ കൊണ്ട് കൊടുത്താൽ 1,200 വരെ കിട്ടും. പടിക്കളന്ന് കൊണ്ട് കൊടുത്താൽ തൂക്കുള്ള മുളക് വേറെ ഒന്നുമില്ല. കരിമുണ്ടയാണ് ഏറ്റവും മികച്ച ഇനം കുരുമുളകെന്നാണ് മോഹൻ ചേട്ടൻ്റെ അഭിപ്രായം. കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുരുമുളക് കൃഷി ചെയ്താൽ ഒരു 3 മാസമാകുമ്പോൾ നമ്മൾ നടുമ്പം വെയിലൊക്കെ തറഞ്ഞു പോകും. കട്ടിയായിട്ടല്ല, ചെറുതായിട്ട് ചൂട് കിളക്കണം. എന്നിട്ട് വെള്ളത്തിൽ സ്ഥലം മണ്ണ് മാറ്റിയിട്ട് സ്ഥലം ചാണാപ്പൊടി, രാസവളം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ചാണാപ്പൊടി അതിനിട്ടിട്ട് മണ്ണിട്ട് മൂടി നട്ടാൽ മതി. ഈ താങ്ങുകാലായിട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? അത് മുരിക്കുണ്ട്, പിന്നെ വട്ട എന്ന് പറഞ്ഞൊരു മരമുണ്ട്, പിന്നെ ഒത്തിരി സിൽവർ അതിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. അത് ഷെയ്ഡ് ഇറക്കിട്ടാൽ മതി, മരതാണ് കൂടുതൽ. അല്ലെങ്കിൽ കൂടി കയറി മുരിക്ക് വളർന്ന് മരം പിടിക്കുന്നില്ല. മുരിക്ക് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ബാക്കി പ്രധാനമായിട്ടും മറ്റ് മരങ്ങളിലാണ് കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ? പന്നൂറോണൊക്കെ അങ്ങ് മണ്ട പൊക്കുള്ളൂ. മുരിക്കാലം അധികം പൊക്കം വരികയല്ലോ, അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. എന്നെ വന്ന് കണ്ട് എന്നോട് പറയാം, വന്ന് എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, ഒരു കൊടി ഇടുന്ന സമയത്ത് 2-3 മൂട് കൊടിയിട്ട് കിടക്കാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ പോകാറുണ്ട്. ഫ്രീ ആയിട്ട്. അത് കൈപ്പണി ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. പിന്നെ ഈ കുരുമുളകിന് കേട് അതുപോലെ രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് കുറവാണ്. എന്നാലും പോളമിസ് അടിക്കണം. പോളമിസ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വയ്ക്കാമെങ്കിൽ ഒരു മോശം വരികയില്ല. അത് എപ്പോഴൊക്കെ ഏതൊക്കെ സമയങ്ങളിലാണ് തളിച്ചു കൊടുക്കുക? ഈ കൊടി വാടാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാർച്ച് ഏപ്രിൽ വരെ കൊടി വാടും. എന്നാലും ഇത് അടിച്ചു കൊടുത്തിട്ട് എല്ലാം മുളക് സ്ഥലത്തും. പിന്നെ അടുത്ത ഈ വേനൽ മാറിക്കഴിഞ്ഞാൽ മഴ തുടങ്ങുമ്പോൾ അടക്കും, അല്ലെങ്കിൽ പിന്നെ അതും കിടക്കും. പിന്നെ ഒരു 6 മാസം അവസാനം. അപ്പോൾ ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും പിന്നെ മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസമായിട്ട് ബോഡമസ് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുരുമുളകിന് അങ്ങനെ പ്രത്യേകിച്ച് രോഗകീടബാധകളോ കേടുകളോ ഒന്നും ഉണ്ടാവില്ലെന്നാണ് മോഹൻ ചേട്ടൻ പറയുന്നത്. ഈ കുരുമുളകിൻ്റെ വിളവെടുപ്പ് ഉണ്ടല്ലോ, വിളവെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് കരിമുണ്ടയ്ക്ക് മുളക് പറിക്കുമ്പോൾ പ്രത്യേകതയുണ്ട്. തണ്ടൊടിഞ്ഞു പോകും, കണ്ണി. അത് നുള്ളി എടുക്കണം. ഞാൻ നുള്ളി നഖം കൊണ്ട് എടുക്കണം, അല്ലെങ്കിൽ കണ്ണി നടന്ന ഓരോ കൊത്തും നുള്ളി എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കണ്ണികളെല്ലാം നടന്ന് മുഴുവൻ പോകും. 3-4 എണ്ണം പിടിച്ചിട്ട് വലിക്കരുത്. വലിച്ചാൽ ആ കണ്ണി മൊത്തം പോകും. കറുത്ത കുരുമുളകാക്കിയാണോ കൊടുക്കുന്നത് അതോ വെള്ളക്കുരുമുളകാക്കി കൊടുത്തിട്ടുണ്ടോ? പറിക്കാൻ ആളെ കിട്ടില്ല, താമസം വരും. എന്നാലും മുളക് പഴുത്ത് പോകും. ആ പഴുത്ത് തന്നാൽ ചവിട്ടാൻ പറ്റില്ല.
അത് അരിമുളകായിട്ട് കൊടുക്കും, മറ്റേത് ഉണക്കി കൊടുക്കും. ഈ അരിമുളകാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലാഭമുണ്ടോ? അത് തീർച്ചയായിട്ടും. അതായത് ഇപ്പം അരിമുളക് ഇല്ല, ആർക്കും ഇല്ല, മുളകെല്ലാം തീർന്നുള്ളത്, പൊടിയെല്ലാം കേടായി. അന്നൊക്കെ വളരെ കുറവായിരുന്നു, 120 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അരിമുളകിന് 300-400 ഉണ്ട്. അങ്ങനെ കൊടുക്കുന്നതായിരുന്നു ലാഭം. ഇപ്പോൾ അരിമുളകിന് എന്ത് വില കിട്ടുന്നുണ്ട്? ഇപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് ഇല്ല, കാരണം മുളക് ആർക്കും ഇല്ല, കൃഷി തീർന്നു നിൽക്കുക കുരുമുളക്. ചേട്ടന് എത്രമാത്രം കുരുമുളക് മരങ്ങളുണ്ട്? എനിക്ക് നേരത്തെ ആണെങ്കിൽ ഒരു 5-6 കിലോ മുളക് കിട്ടുമായിരുന്നു. ഇന്നിപ്പം ഒരു കൂടി വന്ന ഒരു 5-6 തുലാമുളക്, അല്ലെങ്കിൽ 60 കിലോ ആ രീതിയിലായി. എത്ര വർഷം പഴക്കമുള്ള കുരുമുളക് ചെടികളുണ്ട് പറമ്പിൽ? പറമ്പിൽ ഏതാണ്ട് 25 വർഷം തൊട്ട് താഴോട്ട് വരുവാണെങ്കിൽ 3 വർഷം, 20 വർഷം താഴെ 3 വർഷത്തിന് മുകളിൽ. അപ്പോൾ എല്ലാ വർഷവും കുരുമുളക് പുതുതായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം തീർന്നില്ലാകുമ്പോൾ നമുക്ക് ആദായില്ല. എല്ലാ വർഷവും കുരുമുളക് പുതിയത് കൃഷി ചെയ്ത് അല്ലെ നട്ടു വരുന്നുണ്ട്, അതോടൊപ്പം പഴയത് സംരക്ഷിക്കുന്നുമുണ്ട്. ആവറേജ് ആദായം എന്നും കിട്ടും അങ്ങനെ കൃഷി ചെയ്താൽ. അല്ലെങ്കിൽ ആദായം പോകുമ്പോൾ ഒരുമിച്ച് പോകും, അത് സത്യമാണ്. കാപ്പി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ഏതിനം കാപ്പിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്? റോസ്റ്റാണ്ട്, അറബിയുണ്ട്, പിന്നെ ഒരു പുതിയ പേര് ഞാൻ പറഞ്ഞത്, അതും നല്ല കാപ്പിയാണ്. റോസ്റ്റാണ് ശങ്കരയിലാണ്, അതും കുഴപ്പമില്ല. അത് ആയുസ് കുറവായിരുന്നു, കുഴപ്പമില്ല, നല്ല രീതിയിൽ കായ്ക്കും. വിലയില്ലായിരുന്നു, എല്ലാവരും വീട്ടിൽ കുറഞ്ഞു, ഞാൻ കളഞ്ഞില്ല. എൻ്റെ ഇവിടെ ഒരു പ്രത്യേകത അതാണ്, ഒരു സാധനത്തിന് വില കുറഞ്ഞാൽ നന്നാവുക വർഷങ്ങളായി. അതാണ് എനിക്ക് കൃഷിക്കാരോടും എൻ്റെ സാർമാരോടും പറയാനുള്ള ഭാഗം. ഇന്നലെ നാളെ വിലയാകും. അതുപോലെ വാനില കൃഷി വന്നു, ഇത് വിലയില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലികളാണ്. കഴിഞ്ഞ വർഷമൊക്കെ എന്നാ വില വന്നു, എന്നാലും എനിക്ക് 36 കിലോ കിട്ടി. അത് 36,000 രൂപയ്ക്കാണ് കൊടുത്തത് കിലോ ഉണക്കി. എത്രമാത്രം വയലിലെ കൃഷിയുണ്ട്? എനിക്ക് 10-14 മൂളമുള്ളൂ, പക്ഷേ നല്ല കായ്ക്കുന്ന ദിവസം. അപ്പോൾ അതിൻ്റെ പരാഗണമൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? എൻ്റെ വൈഫ് ചെയ്തു, എൻ്റെ വൈഫും മോളും ഒക്കെ ചെയ്തു. എനിക്ക് 3 മക്കളാണ്, ഒരാണും 2 പെണ്ണും. പെമ്പിളെ 2 പേരെയും കെട്ടിച്ചു. അത് ഈ പറമ്പിൽ ആദായം കൊണ്ടൊക്കെ ഒരു കടമില്ലാതെ വന്നു. പക്ഷേ ഇപ്പം ഞാൻ ബാങ്കിൽ ബോർഡ് മെമ്പറായിട്ട് കയറി, കൃഷി വരാൻ പാടില്ലല്ലോ, അങ്ങനെ കടവാത്തതാണ്. അപ്പോൾ വയലില കൃഷി വളരെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അത് പറയാൻ ചെയ്യുന്ന രാവിലെ 8 മണിക്ക് മുമ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ പൂവ് കാ പിടിക്കില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വയലില കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശമുണ്ടോ? ഉദ്ദേശമുണ്ട്, പക്ഷേ ഇതിനൊരു പരിധി ലഭിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് വാടി താഴെ പോകും, മരുന്നില്ല. ഞാൻ കൃഷി വേണ്ടിയിരുന്നതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്, പക്ഷേ അതിനെ നിലനിർത്താൻ കഴിയുന്നില്ല. പൊതുവേ കൃഷിയിൽ വളരെ സംതൃപ്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അല്ലേ? പോകുന്നു. ഇപ്പം ഇത്തിരിയൊക്കെ വാർത്തകളുണ്ടെങ്കിലും കൃഷി വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാലി വളർത്തലുണ്ടോ? പക്ഷെ ആടാ പശു എനിക്ക് പുതിയ തനക്ക് പാടായുണ്ട്. 2 ചെറിയ ക്ലാക്കുള്ള വ്യക്തികൾ പശുവാണ്. ആടെത്ര എണ്ണം ഉണ്ട്? 5 അപ്പോൾ ഈ ആട്ടുംകാട്ടമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കൃഷി വളപ്രയോഗമൊക്കെ കൂടുതൽ നടത്തുന്നത്? ആട്ടുംകാട്ടാണ് കൂടുതൽ. രാവിലെ എത്ര സമയം മുതൽ കൃഷിപ്പണികൾ ആരംഭിക്കും? അത് വൈകുന്നേരം എത്ര മണി വരെ തുടരും? അതായത് കൃഷി നടന്നാൽ ഞാനൊരു കരേറ്റ മാസ്റ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടറാണ്. ഞാൻ രാവിലെ 4:45 എഴുന്നേൽക്കും. 4:45 തൊട്ട് 6:15 വരെ 1.5 മണിക്കൂർ പ്രാക്ടീസ്. അത് കഴിഞ്ഞ് കാപ്പൊടിയെല്ലാം കഴിഞ്ഞ് 7:15-7:00 പറമ്പിലേക്ക് ഇറങ്ങും. 11 മണിയാകുമ്പോൾ നിർത്തും. പിന്നെ വെയിലാറുമ്പോൾ വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് ഇതാണ് ചെയ്യുന്നത്. 12 ഇരുട്ടാകുന്നത് വൈകുന്നേരം. അതിരാവിലെ ആരംഭിച്ച് ഇരുട്ടാകുന്നവരെ കൃഷികൾ ചെയ്തതിന് ശേഷമാണ് വിശ്രമിക്കാനായിട്ട് കയറി വരുന്നത് അല്ലേ? അതിനകത്ത് തെറ്റുന്നു. നമ്മൾ 7:15 തുടങ്ങിയാൽ 11 വരെ നിർത്തും. രാവിലെ തുടങ്ങി 11 മണി കഴിയുമ്പോഴത്തേക്കും പിന്നെ വിശ്രമം, പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. എന്നാൽ പിന്നെ അത് സന്ധ്യ വരെ തുടരുന്ന ഒരു ക്രമത്തിലാണ് മോഹനൻ ചേട്ടൻ കാർഷിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീട്ടിലാർക്കെയുണ്ട്? ഞാനും എൻ്റെ ഭാര്യയും 3 മക്കളും. മോന് 2 മക്കളും ഭാര്യയുണ്ട്. ഇപ്പം വീട്ടിൽ താമസിക്കുന്ന ഞാനും എൻ്റെ ഭാര്യയും മോനും മോൻ്റെ ഭാര്യയും 2 മക്കളുമാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. കരുണാപുരം പഞ്ചായത്തിലെ തൂക്കുപാലത്ത് ബ്ലോക്ക് നമ്പർ 411 വാഴ, കപ്പ, ഏലം, കുരുമുളക്, തെങ്ങ്, കമുക്, കാപ്പി, വാനില തുടങ്ങിയ എല്ലാവിധ കൃഷികളിലും സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു സമ്മിശ്ര കർഷകനായ മോഹനൻ PN ആണ് ഇത്രയും നേരം തൻ്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. നെടുങ്കണ്ടം തൂക്കുപാലത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ PN മോഹനനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. പുതിന ഔഷധമൂല്യങ്ങളുള്ള സുഗന്ധവ്യഞ്ജനം. ലാമിയേസിയെ കുടുംബത്തിലെ ബഹുവർഷിയായ സുഗന്ധവ്യഞ്ജനമാണ് പുതിന.
ഭക്ഷ്യവസ്തുക്കൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മധുരപലഹാരങ്ങൾ, ചൂയിംഗം, ടൂത്ത് പേസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ, വ്യവസായ രംഗം എന്നിവയിലെല്ലാം പുതിനയുടെ പുതിയതും ഉണങ്ങിയതുമായ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത തരം പുതിന ഇനങ്ങളുടെ ഇലകൾ പരമ്പരാഗത ഔഷധങ്ങളിലും ഹെർബൽ ചായയിലും ഉപയോഗിക്കുന്നു. സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളിലും സുഗന്ധത്തിനും രുചിക്കുമായി പുതിന ചേർക്കുന്നു. കൂടാതെ പുതിന ഇനങ്ങൾ നാട്ടുമരുന്നുകളിൽ മനംപുരട്ടൽ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കെതിരെയും വേദന സംഹാരിയായും ആർത്തവ രക്തത്തിന്റെ ഒഴുക്ക് ക്രമമാക്കുന്നതിനും ശരീരത്തിൽ അധികമുള്ള ശ്ലേഷ്മത്തെ പുറത്തു കളയുന്നതിനും ഉപയോഗിക്കുന്നു. ജാപ്പനീസ് മിന്റ്, പെപ്പർമിന്റ്, സ്പിയർമിന്റ് അല്ലെങ്കിൽ ഗാർഡൻ മിന്റ് അല്ലെങ്കിൽ ലാംപ് മിന്റ്, ബെർഗമോട്ട് മിന്റ് അല്ലെങ്കിൽ ഓറഞ്ച് മിന്റ് എന്നിങ്ങനെ വിവിധ ഇനം പുതിനകളുണ്ട്. അവശ്യതൈലത്തിന്റെ അളവ്, അവശ്യതൈലത്തിലെ പ്രധാന രാസവസ്തുക്കൾ എന്നിവയനുസരിച്ചാണ് പുതിനകൾ വ്യത്യസ്തമാകുന്നത്. അതിനനുസരിച്ച് അവയുടെ മണവും ഉപയോഗവും മാറും. പെപ്പർമിന്റ്, സ്പിയർമിന്റ്, ജാപ്പനീസ് മിന്റ് എന്നിവയാണ് ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങൾ. വൈവിധ്യമാർന്ന പുതിന ഇനങ്ങൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ ഏറ്റവും അധികമുള്ളത് മെന്ത അർവെൻസിസ് ആണ്. ഇന്ത്യയിൽ 3 ലക്ഷം ഹെക്ടറിലാണ് പുതിന കൃഷി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ് ഇവയിൽ 90%, ബാക്കി 10% പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ്. ആഗോളതലത്തിൽ പുതിന ഉൽപ്പാദനത്തിന്റെ 80% ഇന്ത്യയിൽ നിന്നാണ്. ചൈന, ജപ്പാൻ എന്നിവയാണ് ഉൽപ്പാദനത്തിന്റെ ബാക്കി 10% നിർവഹിക്കുന്നത്. ഇന്ത്യ മെന്തോൾ പരലുകൾ, പൊടി, ഡിമെന്തോളൈസ്ഡ് പുതിന തൈലം, അർവൻസിസ് തൈലം എന്നിങ്ങനെ വിവിധ രൂപത്തിൽ 25,000-30,000 ടൺ പുതിന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ബാക്കിയുള്ളവ ആഭ്യന്തരമായി ഉപയോഗിക്കുന്നു. ചൈന, യൂറോപ്പ്, നെതർലൻഡ്, അമേരിക്ക എന്നിവയാണ് ഇന്ത്യൻ പുതിന ഉൽപ്പന്നങ്ങളുടെ ഉപയോക്താക്കൾ. കാലാവസ്ഥയും മണ്ണും. ഇന്ത്യയിലെ തണുപ്പുള്ളതും മിതോഷ്ണവുമായ പ്രദേശങ്ങളിൽ പുതിന നന്നായി വളരും. പെപ്പർമിന്റ്, സ്പിയർമിന്റ് എന്നിവ തണുപ്പുള്ളതും മിതോഷ്ണവുമായ മേഖലകൾക്ക് അനുയോജ്യമാണ്. ബെർഗാമോട്ട് മിന്റ് തണുപ്പുള്ള സ്ഥലത്തും മിതോഷ്ണ മേഖലയിലും വളർത്താം. എന്നാൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വിളവ് കൂടുതൽ. പൊതുവായി 20 മുതൽ 40 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂടും 100 മുതൽ 110 സെന്റിമീറ്റർ മഴയുമാണ് പുതിനയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. നടുന്ന സമയത്ത് ചെറിയ തോതിലുള്ള മഴയും വിളവെടുപ്പ് സമയത്ത് നല്ല വെയിലും മികച്ച വിളവ് നൽകുന്നതിനും ഗുണമേന്മയുള്ള ഇലകൾ ലഭിക്കുന്നതിനും നല്ലതാണ്. പശ്ചിമരാശി മണ്ണ് 6 മുതൽ 8.2 വരെ pH ഉള്ള മണൽ കലർന്ന വളക്കൂറുള്ള മണ്ണ് എന്നിവ കൃഷിക്ക് അനുയോജ്യമാണ്. ചെമ്മണ്ണിലും കരിമണ്ണിലും വളർത്താം. കൃഷി. നീണ്ടു വളരുന്ന തണ്ടുകൾ അല്ലെങ്കിൽ സിക്കറുകൾ മുറിച്ചെടുത്താണ് പുതിന നട്ടുപിടിപ്പിക്കുന്നത്. 1 ഹെക്ടർ സ്ഥലത്ത് നടുവാൻ 400 കിലോ തണ്ടുകൾ വേണ്ടിവരും. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് നടുന്നതിനാവശ്യമായ തണ്ടുകൾ ലഭിക്കാൻ ഏറ്റവും അനുയോജ്യം. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച മുതൽ മാർച്ച് 2ാം ആഴ്ചയ്ക്കിടയിൽ നടീൽ പൂർത്തിയാക്കണം. നന്നായി തയ്യാറാക്കിയ മണ്ണിൽ നിരപ്പായ സ്ഥലത്തോ വാരം കോരിയോ നടാം. മണ്ണ് തയ്യാറാക്കുന്നതിനോടൊപ്പം വളവും ചേർക്കണം. ഹെക്ടർ 1-ന് 25 മുതൽ 30 ടൺ വരെ കാലിവളം ചേർക്കാം. 4 മുകുളങ്ങളോടുകൂടിയ 8 മുതൽ 10 സെന്റിമീറ്റർ നീളത്തിലുള്ള തണ്ടുകളാണ് നടാനായി ഉപയോഗിക്കുന്നത്. 1-2 സെന്റിമീറ്റർ ആഴത്തിൽ വരെ നടാം. 40x10 സെന്റിമീറ്റർ അകലത്തിൽ വേണം വാരമെടുക്കാൻ. നട്ടുകഴിഞ്ഞാൽ ഉടൻ നനയ്ക്കണം. നല്ല തോതിൽ നൈട്രജൻ വളങ്ങൾ നൽകിയാൽ പുതിന നന്നായി വളർന്നു കിട്ടും. ഹെക്ടർ 1-ന് 80 മുതൽ 120 കിലോഗ്രാം വരെ നൈട്രജൻ വളങ്ങൾ, 50 കിലോ ഫോസ്ഫറസ്, 40 കിലോ പൊട്ടാസ്യം എന്നിവ ചേർത്താൽ നല്ല വിളവ് ലഭിക്കും. 3 തവണകളിലായി വളങ്ങൾ നൽകാം. അടിവളമായി ചേർക്കുന്നതിനു പുറമെ 45 മുതൽ 60 ദിവസങ്ങൾക്കിടയിലും 90 ദിവസത്തിലും വളം നൽകണം. അവസാനത്തെ ഡോസ് ആദ്യ വിളവെടുപ്പിന് ശേഷം നൽകുന്നതാണ് നല്ലത്. ഉഷ്ണമേഖലയിൽ ജാപ്പനീസ് മിന്റിൽ നിന്നാണ് പരമാവധി ഇലകളും തൈലവും ലഭിക്കുന്നത്. 15 നനയെങ്കിലും വേണം. തണുപ്പുള്ള കാലാവസ്ഥയിൽ നടുമ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് 3 മുതൽ 4 വരെ നന നൽകാം. സസ്യസംരക്ഷണം. കീടനിയന്ത്രണം. രോമപ്പുഴുക്കൾ. 1 ലിറ്റർ വെള്ളത്തിൽ മലാത്തിയോൺ 1.7 മില്ലി എന്ന തോതിൽ ചേർത്ത് തളിക്കുക. റെഡ് പംകിൻ ബീറ്റിൽ. മലാത്തിയോൺ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ തോതിൽ ചേർത്ത് തളിക്കുക. രോഗനിയന്ത്രണം. തണ്ടുകളുടെ അഴുകൽ, നെല്ല്, ഗോതമ്പ്, പുതിന എന്നിവ 3 വർഷത്തിലൊരിക്കൽ എന്ന തോതിൽ വിള പരിക്രമണം ചെയ്യാം. തണ്ടുകൾ നടുന്നതിനു മുമ്പ് 0.25% കപ്താൽ അല്ലെങ്കിൽ 0.1% ബെൻലേറ്റ് ലായനി
എന്നിവയിൽ ഒന്നിൽ 2 മുതൽ 3 മിനിറ്റ് വരെ മുക്കി വച്ചിരുന്നാൽ രോഗത്തെ തടയാം. ഫുസാരിയം വാട്ടം, ബെൻലേറ്റ് അല്ലെങ്കിൽ ബാവിസ്റ്റിൻ ഉപയോഗിക്കുക. ഇലകളിലെ കരിച്ചിൽ, കോപ്പർ കുമിൾനാശിനി ഉപയോഗിക്കുക. മൊസൈക്ക്, വൈറൽ രോഗത്തെ പടർത്തുന്ന വെള്ളീച്ചകളെ നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികൾ പറിച്ചുമാറ്റി നശിപ്പിച്ചു കളയുക. വിളവെടുപ്പ്. ജാപ്പനീസ് മിന്റ് സാധാരണയായി 100 മുതൽ 120 ദിവസത്തിലാണ് വിളവെടുക്കുന്നത്. താഴത്തെ ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ വിളവെടുക്കാം. ഗുണമേന്മയുള്ള തൈലം പരമാവധി ലഭിക്കുന്നത് 10% ചെടികളും പൂവിടാറാകുമ്പോഴാണ്. വർഷത്തിൽ ഏതാണ്ട് 3 വിളവെടുപ്പ് നടത്താം. ആദ്യ വിളവെടുപ്പ് നട്ടതിന് 3 മാസത്തിനു ശേഷം മെയ് ജൂൺ മാസങ്ങളിലും തുടർന്ന് 80-90 ദിവസത്തെ ഇടവേളകളിലും ആകാം. രണ്ടാമത്തെ വിളവെടുപ്പ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും മൂന്നാമത്തേത് നവംബർ ഡിസംബർ മാസങ്ങളിലുമാകാം. നല്ല വെയിലുള്ള ദിവസം വേണം വിളവെടുപ്പ് നടത്താൻ. അരിവാൾ ഉപയോഗിച്ച് ചുവട്ടിൽ നിന്ന് 2-3 സെന്റിമീറ്റർ മുകളിൽ മുറിച്ചെടുക്കാം. ഹെക്ടർ ഒന്നിന് വർഷത്തിൽ 30 ടൺ വരെ വിളവ് ലഭിക്കും. ഹെക്ടർ ഒന്നിന് 225 മുതൽ 250 കിലോ അവശ്യ തൈലം ലഭിക്കും. സംസ്കരണം. പ്രാഥമിക സംസ്കരണം. പറിച്ചെടുത്ത ഉടൻ തന്നെ അഴുക്കും പൊടിയും കളകളും മറ്റ് അന്യവസ്തുക്കളും നീക്കം ചെയ്യണം. അതിനുശേഷം ഇലകൾ 2-3 തവണ നന്നായി കഴുകിയെടുക്കണം. ആഹാരവസ്തുക്കളിൽ ചേർക്കുന്നതിനായി ഇവ ഉടൻ തന്നെ ഉപയോഗിക്കാം. ഉണക്കും സൂക്ഷിപ്പും. സ്വേദനം നടത്തുന്നതിനു മുമ്പ് പുതിന 1 ദിവസം തണലിൽ ഉണക്കണം. ഉണങ്ങുന്നതിനൊപ്പം അഴുകിപ്പോകാതെ സൂക്ഷിക്കണം. വാടിയ ഇലകൾ 2-3 ദിവസത്തിലധികം സൂക്ഷിച്ചു വെച്ചാൽ തൈലത്തിന്റെ അളവിൽ കുറവ് വരും. അതുപോലെ തന്നെ ദീർഘനാളത്തേക്ക് ഇലകൾ സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല. പുതിന ഉൽപ്പന്നങ്ങൾ. പുതിനയോ അവശ്യ തൈലമോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. അവയിൽ ചിലത് ഇനി പറയാം. പുതിന തൈലം, മെന്തോൾ ക്രിസ്റ്റലുകൾ, ടാബ്ലറ്റഡ് ക്യാൻഡീസ് മിന്റ്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടു വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. भैया रे भैया, भैया रे भैया,